ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോകാതിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളെ സമ്മാനിച്ച ഒരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മാറിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കേരളത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ശക്തമായ ഒരു പുതിയ നേതൃത്വം വരും എന്ന് നമുക്ക് കരുതാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ്റെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുകയാണ്. ചതിയിലൂടെ നേടിയെടുത്തതെല്ലാം ഇവിടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഷാഫി പറമ്പിൽ ഒരുപാട് പ്രവർത്തിച്ചായിരുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധാപൂർവം കണ്ടൊരു കാര്യമാണ് ചാണ്ടി ഉമ്മൻ്റെ അഭാവം. എന്തുകൊണ്ടായിരിക്കും ആ ഒരു അഭാവം അവിടെ ഉണ്ടായിരുന്നത്? ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ 3 വർഷങ്ങൾക്ക് മുമ്പേ കോൺഗ്രസിൻ്റെ പല ഉന്നത നേതൃത്വങ്ങൾക്കും അറിയാമായിരുന്നു. പക്ഷേ അവരതൊക്കെ പൂഴ്ത്തിവെച്ചപ്പോൾ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിട്ട് ചാണ്ടി ഉമ്മന് എന്താ പറയുക, ഒരു കപടത ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യനാണ്. ഇങ്ങനെ ഒരു മൂടുപടമൊക്കെ അണിഞ്ഞു നടക്കുന്ന ഒരുത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിട്ട് ഉമ്മൻചാണ്ടി സാർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആയിട്ട് കാണാനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കാണാനോ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു ചതിവിലൂടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന നാളുകളിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ആയിട്ട് ഒരുപാട് അകന്നു കഴിഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി സാർ കട്ടിലാവുന്ന സമയത്ത് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിൽ സംസാരിച്ചിരുന്നു എന്ന് വരെയാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഉമ്മൻചാണ്ടി സാർ ശരിക്കും ആഗ്രഹിച്ചിരുന്നത് JS അഖിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകണം എന്നുള്ളതായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഷാഫിയുടെ നിർബന്ധപ്രകാരം ഷാഫിയുടെ പിന്തുടർച്ചക്കാരനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവരോധിച്ചത് ഈ ഷാഫി പറമ്പിൽ തന്നെയാണ്. അപ്പോൾ ഇത് പലവട്ടം ഈ ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് വരെ ഒരുപാട് പരാതികൾ എത്തിയിരുന്നു. ആരാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ചാണ്ടി ഉമ്മന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോകാതിരുന്നത്. ഇതുപോലെയുള്ള ഒരാൾ MLA ആയിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒക്കെ വരുന്ന സമയത്ത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മൻ പതുക്കെ എന്നെ വിളിച്ചില്ല എന്നൊക്കെയുള്ള ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിന്നത്. ഇത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം എല്ലാവർക്കും ഇപ്പോഴാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. അന്ന് ചാണ്ടി ഉമ്മൻ മുൻപിൽ കണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഒരു ദൂരപരിധിയിലേക്ക് ചാണ്ടി ഉമ്മൻ നിർത്തിയിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷം A ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്നില്ല. ഈ A ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ ആളുകളും തന്നെ ഇപ്പോൾ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ KC വേണുഗോപാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KC വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പണ്ടുണ്ടായിരുന്ന A ഗ്രൂപ്പിലെ മുഴുവൻ പ്രവർത്തകരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അന്ന് പണ്ട് A ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറേ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ A ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് യോഗം കൂടിയൊക്കെ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ പിന്തുണയോ ജനങ്ങളുടെ സ്വീകാര്യതയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവരിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ അത്രയും കൊണ്ട് ഗവനിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ KC വേണുഗോപാലും ചാണ്ടി ഉമ്മനും ഒക്കെയുള്ള ഒരു ശക്തമായ ഒരു കോൺഗ്രസ് സംവിധാനം കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലും VD സതീശൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. ആ ഗ്രൂപ്പുകളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഷാഫിയെ സംബന്ധിച്ചിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒരു പുതിയ ഗ്രൂപ്പ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇതായത് ഈ മൂക്കാതെ പഴുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ മൂക്കാതെ പഴുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന 2 ആളുകളാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും. എന്തൊക്കെയായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്
ഏറ്റവും നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളെ സമ്മാനിച്ച ഒരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പെൺകുട്ടികൾ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആരോപണം നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റൊരു മനുഷ്യനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് പഞ്ചാബിലെങ്ങാണ്ടൊക്കെയുള്ള ഏതൊരു സ്വാമി, ആ സ്വാമിക്കെതിരെ പോലും ഇത്രയും പരാതികൾ വന്നിട്ടില്ല. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ആണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്ന് പറയാൻ തന്നെ പലർക്കും ഇന്നൊരു നാണം തോന്നുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ എറണാകുളത്തെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSU ക്യാമ്പുകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിലൊക്കെ വരുന്ന അവർക്കറിയാവുന്ന 2 പെൺകുട്ടികൾക്ക് ഇയാൾ വളരെ മോശപ്പെട്ട മെസ്സേജ് അയക്കുകയും അവർ സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ചാണ്ടി ഉമ്മന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകാതിരുന്നത്. എന്തിനു വേണ്ടിയിട്ട് പോകണം? ഇതുപോലെ ഒരുത്തനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടിട്ട് എന്ത് കാര്യമെന്ന് സ്വാഭാവികമായിട്ടും നീതിബോധമുള്ള ചാണ്ടി ഉമ്മൻ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? സാർ കൃത്യമായിട്ട് പറഞ്ഞു, ചാണ്ടി ഉമ്മന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പിന്നെ ഷാഫി പറമ്പിൽ ഇതിന് സപ്പോർട്ട് ഇത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നത്? ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് മറ്റൊരു മതസ്ഥൻ, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടൽ നായർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ താനൊരു മതേതരവാദിയാണ് എന്ന ഒരു ചിന്ത കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാ മതസ്ഥർക്കും താൻ സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറി എന്നൊരു ചിന്ത ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥിരമായിട്ട് ഷാഫി പറമ്പിൽ കൂടെ കൊണ്ടു നടക്കുന്നത്. അതല്ലാതെ വേറെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് വെറും 6 വർഷത്തെ അല്ലെങ്കിൽ 7 വർഷത്തെ മാത്രം ബന്ധമുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന തലത്തിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും, ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് കേട്ടു, ഷാഫിയുമായി അടുത്ത വൃന്ദങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുപ്പിക്കണം, വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്, കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദമുഖങ്ങൾ ഉന്നയിക്കാൻ ശേഷിയുള്ള ആളാണ്, അതുകൊണ്ട് ഇയാളെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രൊമോട്ട് ചെയ്തതിൽ അവർ ഖേദിക്കുന്നു എന്ന രീതിയിലേക്കാണ് അരുൺകുമാർ പോലും പറഞ്ഞത്. അരുൺകുമാർ എന്ന് പറഞ്ഞത് ഇയാൾക്ക് എന്തൊക്കെയോ ചെറിയ കുഴപ്പങ്ങളുള്ളതായി, മറ്റ് ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെക്കാളൊക്കെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഇയാൾക്കുള്ളതായി അവർക്ക് തന്നെ സംശയം തോന്നിയിരുന്നെന്നാണ് പറയുന്നത്. കടന്നാക്രമിക്കുകയാണ്, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറുന്നതുകൊണ്ട് കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു പരസ്പര ബഹുമാനം എപ്പോഴും ആവശ്യമല്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതും പരസ്പര ബഹുമാനമാണ്. ആ പരസ്പര ബഹുമാനമില്ലാതെ താൻ എന്തൊക്കെയോ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, തന്നിൽ കവിഞ്ഞ് വേറെ ആരുമില്ല. പ്രതിപക്ഷ MLA ആയിട്ട് നിൽക്കുന്ന ഒരാൾ നിലമ്പൂർ വെച്ചിട്ട് അവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് തട്ടിക്കയറുന്നു, തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്ത് ധാർഷ്ട്യത്തെ, എന്ത് അടിസ്ഥാനത്തിലുള്ള ധാർഷ്ട്യമാണ്? എന്ത് കണ്ടിട്ടുള്ള ധാർഷ്ട്യമാണ്? കോൺഗ്രസിൽ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി വർത്തമാനം പറയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? K. സുധാകരനൊക്കെ CPM-നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മേഖലയിലാണ്. കണ്ണൂരാണെന്ന് വെല്ലുവിളിക്കുന്നത്. കണ്ണൂരെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്, അവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെയാണ്, അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണ്. അത് കണ്ടുകൊണ്ട് മധ്യ കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ നിലമ്പൂരൊക്കെ പോയിട്ട് രാഷ്ട്രീയ വെല്ലുവിളികൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടാണ് പാർട്ടിയെ ബാധിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാതെ കെട്ടഴിച്ചു വിട്ടിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ അവസാനിച്ചത് നന്നായി. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വന്നു എന്ന് കരുതുക, ആ വരുന്ന സമയത്ത് ഇയാൾ വല്ല മന്ത്രിയായിരുന്നെങ്കിലോ? ഷാഫി രാഹുലിനെ മന്ത്രിയാക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷാഫിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മന്ത്രിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലത്തെ കാര്യം ആലോചിച്ച് നോക്കി, എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ആ മന്ത്രിസഭ തന്നെ താഴെ വീഴാനായിട്ട് ഈ ഒരു ഒറ്റ വിഷയം പോരായിരുന്നോ? ഇത്രയും ആളുകൾ ആരോപണവുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഒരു തരത്തിലും പിന്നെ ഒരു കോൺഗ്രസിനൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നയാൾ അടിയന്തരമായിട്ട് രാജിവെക്കും. ഒരു പക്ഷേ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉണ്ടായേക്കാം. എന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നൊരു സംഘടനയാണ്. ആ സംഘടനയുടെ കേരളത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ശക്തമായ ഒരു പുതിയ നേതൃത്വം വരും എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ അടുത്തതായിട്ട് ആരായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് പദവിയിലോട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിലുണ്ട്. കോൺഗ്രസിന് മുഖം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ, ജനസ്വീകാര്യതയുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ വെച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതിന് കോൺഗ്രസിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ പരിഗണിക്കപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ട്. സാമുദായികമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായിട്ടുള്ളത് സണ്ണി ജോസഫാണ്. അദ്ദേഹം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോൾ അബിൻ വർക്കിയെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ്
പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കത്തില്ല. പ്രധാനപ്പെട്ട മറ്റൊരു പോഷക സംഘടനയായിട്ടുള്ള KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന അലോഷ്യസ് സേവ്യറും ക്രിസ്ത്യാനിയാണ്. അതുകൂടാണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ജെ ബി മേത്രും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു സാമുദായിക പ്രശ്നം അവിടെ ഉടലെടുക്കും. ഒരുപാട് സാമുദായിക നേതാക്കന്മാരിൽ നിന്ന് വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും UDFനും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ KM അഭിജിത്തിന് സാധ്യതകളുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ JS അഖിലിനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്. മറ്റൊരു പേരില്ല. അവസാന നാളുകളിൽ ഷാഫിയൊക്കെ കൂടി ചതിച്ച ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ JS അഖിലിനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കാം. പിന്നെയുള്ളത് കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വനിതാ നേതാക്കന്മാരെ പരിഗണിക്കുന്ന സമയത്ത് ഒരു മുൻഗണന ലഭിക്കുക അരിത ബാബുവിനായിരിക്കും. പക്ഷേ സോയ ജോസഫും ശക്തമായിട്ട് ചാനൽ ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവർക്കുള്ള പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാനമായൊരു പ്രശ്നമാണ്. കാരണം KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്, അവരും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഒരു കാരണവശാലും സോയ ജോസഫിനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഒന്നെങ്കിൽ അരിത ബാബു, അല്ലെങ്കിൽ JS അഖിൽ, അതല്ലെങ്കിൽ KM അഭിജിത്ത്, ഈ 3 പേരിൽ നിന്നായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരിക. ഒരു കാരണവശാലും അബിൻ വർക്കി ഈ ഒരു സാമുദായിക ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അബിൻ വർക്കിക്ക് അർഹതയുള്ള ചെറുപ്പക്കാരനാണ്. ചതിവിലൂടെ വ്യാജ ID കാർഡ് നിർമ്മാണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വിജയം തട്ടിയെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വൃത്തികേട് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും അന്ന് ഉയർന്നിട്ടുള്ള വ്യാജ ID കാർഡ് ആരോപണങ്ങൾ സത്യമായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ്റെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുകയാണ്. ചതിയിലൂടെ നേടിയെടുത്തതെല്ലാം ഇവിടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഏതൊക്കെയായാലും ഷാഫി ഇതിൽ നിന്നൊരു പാഠം പഠിച്ചുകൊണ്ട്, രാഷ്ട്രീയ മര്യാദകൾ പാലിച്ചുകൊണ്ട്, രാഷ്ട്രീയത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, തൻ്റെ കൂടെയുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം ഇനിയെങ്കിലും എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.